സൂ എത്തി കഴിയുമ്പോഴത്തേക്കും ടാങ്ങും സോങ്ങിനും ഫ്ലവേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. സൂ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വന്നതെന്നും സൂ വന്നതുകൊണ്ട് ഞാൻ പോകുകയാണെന്നും പറഞ്ഞ് ടാങ്ങും പോകുന്നു. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ടൈമില് സ്റ്റോറിലെ കാര്യങ്ങളെല്ലാം തന്നെ ടാങ് ആയിരുന്നല്ലോ നോക്കിയത്. ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് എന്റെ ആബ്സെൻസ് ഒന്നും നിന്റെ ലൈഫിൽ ഉണ്ടാകാതിരിക്കുവാനായിട്ട് ടാങ് ആയിരുന്നല്ലോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും അതിന് ടാങ്ങിന്റെ അടുത്ത് നന്ദിയൊക്കെ പറയേണ്ടതായിട്ടുണ്ടോ എന്ന് സോങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും സോങ്ങും പിണങ്ങിപ്പോകുന്നു. ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഹാനിന് ഫ്ലവേഴ്സുമായിട്ട് എത്തുന്നുണ്ട്. പക്ഷേ അന്ന് അങ്ങനെയൊക്കെ നടന്നത് കൊണ്ട് തന്നെ ഹാനിന് ഒരിക്കലും അവനെ പഴയതുപോലെ ഫ്രണ്ടായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ലൂവിനോട് പറയുമ്പോഴത്തേക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇനി നമുക്ക് ആവശ്യമേ ഇല്ല എന്നായിരുന്നു ലൂവും പറഞ്ഞത്. പക്ഷെ അവൾക്ക് അതും അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലൂവും ഹാനിന് തന്നോട് പ്രണയം തോന്നുന്നിടം വരെ കാത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ ഫ്ലവേഴ്സും വീടിന് വെളിയിലൊക്കെ വെച്ചിട്ടും അവൻ പോകുകയാണ്. ഹാനും പിന്നീട് ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ എടുക്കുന്നുമുണ്ട്. ടാങ് പറഞ്ഞത് പ്രകാരം പ്രൊഫസറും ഇപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ ടാങ്ങിന് അയച്ചിരിക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ലൂവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും വൈകി എത്തിയതായിരുന്നില്ല, മറിച്ച് ടാങ് എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിയതായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്നൊക്കെ ലൂവും അറിയിക്കുകയാണ്. നമ്മൾ ചെയ്തത് രക്ഷാപ്രവർത്തനമൊക്കെ ആയതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു കോളൊക്കെ വരാം. നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നടക്കുകയില്ല എന്നും ലു സൂവിനോട് പറഞ്ഞ് സൂവിനെ സമാധാനപ്പെടുത്തുന്നു. ടാങ് സോങ്ങിനെ ചെന്ന് കണ്ട റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ അവൾക്ക് നൽകുകയാണ്. ആ ഒരു കോഴ്സ് ആയിരുന്നില്ല, താൻ മറ്റൊരു കോഴ്സ് ഒക്കെ എടുക്കുവാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് ആ റെക്കമെൻഡേഷൻ ലെറ്റർ ഒന്നും വേണ്ട എന്ന് സോങ്ങും അറിയിക്കുന്നു. ടാങ് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവൻ ഇപ്പോൾ ചെയ്തത് വലിയൊരു സഹായമാണ്. ആ സഹായത്തിന് തിരിച്ചൊരു പ്രതിഫലം നൽകുവാനായിട്ട് എനിക്ക് ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ അവന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ ഒന്നും സ്വീകരിക്കാതെ ഇരുന്നതെന്നാണ് സോങ് ഹാനിന്റെ അടുത്ത് പറയുന്നത്. ടാങ്ങും സൂനെ ചെന്ന് കണ്ട് നീ ഇന്നലെ അവളെ അത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത് വളരെ മോശമായി പോയെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, അവളെ തുടർ പഠനത്തിന് അയക്കുവാനായിട്ട് ഞാനും റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ ആയിട്ട് അവളെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് മാത്രമായിരുന്നു അവളും അത് സ്വീകരിക്കാതിരുന്നത്. നീ അവളെ ട്രീറ്റ് ചെയ്യുന്ന രീതി പോലും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ടാങ്ങും പോകുന്നു. സോങ്ങിനോട് ക്ഷമ ചോദിക്കുവാനായിട്ട് ഷോപ്പിലേക്കൊക്കെ എത്തുകയാണ്. പിന്നീട് ടാങ് നൽകിയ റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ സ്വീകരിച്ചിട്ട് PhD ഒക്കെ പഠിക്കാനായിട്ട് പോകുവാൻ കൂടി സോങ്ങിന്റെ അടുത്ത് അവൻ പറയുന്നു. ഞാൻ ഒരിക്കലും നിനക്കൊരു ഭാരമായിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടി പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സോങ്ങും അവനോട് ഇറങ്ങി പോകുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുകയാണ്. സോങ്ങും സൂവിന് മെസ്സേജ് അയക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവൾ മെസ്സേജ് അയക്കാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും വീടിന് മുകളിലത്തെ നിലയിലുള്ള വീട്ടിൽ നിന്നുമാകട്ടെ വലിയൊരു ശബ്ദമൊക്കെ അവളും കേൾക്കുകയാണ്. ആ റൂമിലുള്ള ആളാകട്ടെ രാത്രി ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴത്തെ നിലയിലുള്ള ആൾക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ നിനക്ക് ഡാൻസ് ചെയ്യണമെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകണമെന്നൊക്കെ സോങ് അയാളോട് പറയുന്നുണ്ടെങ്കിൽ പോലും അയാളും അയാളുടെ ഡാൻസിംഗ് ഒന്നും നിർത്തുവാനായിട്ട് തയ്യാറായിരുന്നില്ല. മാത്രമല്ല, സോങ് ഇനിയും ബഹളമൊക്കെ വെക്കുകയാണെങ്കിൽ അയാൾ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അവളും ഉറങ്ങുവാനായിട്ട് ഷോപ്പിലൊക്കെ പോകുന്നു. ഡിങ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന സെൽഫ് ഡിഫൻസിന്റെ വീഡിയോ ഒക്കെ നല്ലതുപോലെ തന്നെ റീച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നു. എല്ലാവർക്കും ഡിങ്ങിന്റെ ഒപ്പം വീഡിയോയിൽ ചേരണമെന്നുണ്ടായിരുന്നെങ്കിലും ലിം ആയിരുന്നു പ്രധാനമായിട്ടും അവളുടെ കൂടെ നിന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നല്ല രീതിയിൽ വീഡിയോയുടെ ഷൂട്ടിംഗ് ഒക്കെ നടത്തുകയാണ്. അപ്പോഴായിരുന്നു അവന്റെ കാലിൽ നിന്നും രക്തമൊക്കെ വരുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. ഇന്നലെ ആകട്ടെ ഒരു കുട്ടീനെ രക്ഷിക്കുവാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്തായിരുന്നു ലിമിന്റെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നതും. ലിമിന്റെ കാലിൽ മരുന്നൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഡിങ്ങും അവനെ വീട്ടിലെത്തിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലിമും അവന്റെ ഫുൾ അഡ്രസ് അവളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും ഒന്നിച്ചു പോകുന്നു. ഗായോടൊപ്പം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷിയാന്റെ ഫ്രണ്ട് കോൾ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ മാറുകയും അവസാന നിമിഷം ഫോട്ടോ ഒക്കെ എടുക്കുവാനായിട്ട് ഷിയാനാണ് എത്തിയിട്ടുള്ളതെന്നും ഗായോയുടെ അസിസ്റ്റന്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഗായോയ്ക്കും സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളത്തിൽ വെച്ച് മെർമേഡിന്റെ രീതിയിലൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവളും വെള്ളത്തിലൊക്കെ ചാടി ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവളുടെ കാലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റുകയാണ്. ഷിയാനും സ്വന്തം കാര്യം നോക്കാതെ അപ്പോൾ തന്നെ ഗായുവിനെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഷിയാന് ശരിക്കും നീന്തുവാനായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഗയോനെയും ഷിയാനെയും മറ്റാളുകൾ ചേർന്ന് രക്ഷിക്കുകയാണ്. ഇതിനു മുമ്പ് സോങ്ങിന്റെ അടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയ സമയത്ത് ഗയോ ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ആകട്ടെ വെള്ളത്തിന് തണുപ്പാണെന്ന് പറഞ്ഞിട്ട് പോലും അവൾ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അതിനെക്കുറിച്ചൊക്കെ ഷിയാൻ സംസാരിക്കുമ്പോഴത്തേക്കും അന്ന് സോങ്ങിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അതുപോലെയൊക്കെ സംസാരിച്ചത്. ശരിക്കും ഞാനൊരു പ്രൊഫഷണൽ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യുവാനും സാധിക്കുമെന്ന് ഗയോയും അറിയിക്കുന്നു. ഷിയാനെ നീന്തുവാൻ അറിയാഞ്ഞിട്ട് പോലും അവൻ വെള്ളത്തിലൊക്കെ ചാടിയതിനെ കുറിച്ച് പറഞ്ഞ് അസിസ്റ്റന്റും അവനെ കളിയാക്കി പുറത്തേക്കൊക്കെ അയക്കുകയാണ്. പറയുന്ന സ്ഥലത്ത് ഹാൻ എത്തുകയാണ് എങ്കിൽ ഹാൻ ഇപ്പോഴും അവനെ ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട് എന്നും അഥവാ അവൾ എത്തിയില്ല എങ്കിൽ
അവൾക്ക് അവന്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥമെന്നും പറഞ്ഞ് ലൂവും ഹാനൊരു മെസ്സേജൊക്കെ അയക്കുകയാണ്. അത് കാണുന്ന അവളും ആ ഒരു സ്ഥലത്തേക്ക് എത്താമെന്ന് വാക്ക് നൽകുന്നു. അവിടെ ലൂവിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സുവും സോങ്ങും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി അവർ ചർച്ച ചെയ്യുന്നു. പിന്നീടാകട്ടെ ലൂവിന്റെ ഫ്രണ്ട് ഹാന്റെ ഐഡിയ ഒക്കെ ചോദിക്കുകയാണ്. അവർ സംസാരിക്കുന്നത് കാണുന്നത് കൊണ്ട് തന്നെ ലൂവും അവരുടെ ഇടയ്ക്ക് കയറിയിരിക്കുന്നു. ലൂവിന്റെ ഫ്രണ്ടിന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടീനെ അറിയാമായിരുന്നു. എങ്കിൽ പോലും അറിയില്ല എന്ന രീതിയിലൊക്കെ അഭിനയിക്കുകയാണ്. ആ പെൺകുട്ടിയും ഹാനിന്റെ നമ്പറൊക്കെ ചോദിക്കുന്നു. ഹാൻ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ ഒരുപാട് മെസ്സേജസ് ഒക്കെ അവൾ കാണുകയാണ്. ആ പെൺകുട്ടിയും ലൂവും തമ്മിലുള്ള മെസ്സേജസ് ആയിരുന്നു അതെല്ലാം തന്നെ. ലൂവും അവളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ ആയിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതും. പക്ഷേ നേരിട്ട് കണ്ട സമയത്ത് ലൂവും അവളെ അറിയിക്കയില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂ എല്ലാവരെയും ചതിക്കുകയാണെന്നും എന്റെ അറിവിൽ നീ ഏഴാമത്തെ ആളാണെന്നും ആ പെൺകുട്ടി ഹാനിനും മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അതെല്ലാം കണ്ട് കഴിയുമ്പോഴത്തേക്കും ഹാനും ഒരുപാട് ദേഷ്യത്തിലാകുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ 19ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ലു ഓഫീസിലെത്തി കഴിയുമ്പോഴത്തേക്കും സു ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുകയായിരുന്നു. സോങ്ങിന്റെ വീടിന് മുകളിലായിട്ട് പുതിയൊരു താമസക്കാരൻ എത്തിയെന്നും അയാൾ രാത്രി മുഴുവൻ ഡാൻസ് ചെയ്ത് അവളുടെ ഉറക്കമൊക്കെ കളയുകയാണെന്നുള്ള കാര്യമൊക്കെ ലുവും സുവിനെ അറിയിക്കുകയാണ്. സുവും പെട്ടെന്ന് തന്നെ പോകാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ മദ്യപിച്ചത് കൊണ്ട് തന്നെ അവനെ പറഞ്ഞയക്കുവാനായിട്ട് ലു തയ്യാറാകുന്നില്ല. നാളെ ഒരിടം വരെ പോകുവാനായിട്ട് എന്റെ ഒപ്പം വരാമോ എന്നൊക്കെ ഹാനും ലുവിന് മെസ്സേജ് ഒക്കെ അയക്കുന്നു. ഷിയാനും ഏതൊക്കെ രീതിയിലാണ് ഫോട്ടോസ് എടുക്കേണ്ടതെന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എല്ലാം തന്നെ ഗയോയും കാണുന്നു. അത് കാണുന്ന അസിസ്റ്റന്റും നിനക്കെന്താ ഷിയാന്റെ അടുത്ത് പ്രണയമല്ലോ ആണോ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവളും വെറുതെ വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഒരു വീഡിയോ ഇടയ്ക്ക് കയറി വന്നതാണെന്നാണ് പറയുന്നത്. ഷിയാനും നീന്തലൊക്കെ പഠിക്കുവാനായിട്ട് പോകുകയാണ്. ഏതെങ്കിലും ഒരാളെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്ന് അറിയുവാനാണ് താനും ഇതൊക്കെ പഠിക്കുവാനായിട്ട് പോകുന്നതെന്നാണ് അവിടെ എത്തുമ്പോൾ അവൻ പറയുന്നത്. ഹാൻ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ലു എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ആകട്ടെ മറ്റു ചില ഗേൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഗേൾസ് എല്ലാം തന്നെ ലൂവിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ലൂവും അവരെ ആരും തന്നെ അറിയുകയില്ല എന്ന രീതിയിലൊക്കെ നിൽക്കുകയാണ്. ഹാനും ലൂവിന്റെ അടുത്ത് ഇതിനു മുമ്പ് ഗ്രൂപ്പ് വഴി എത്ര പെൺകുട്ടികളുടെ അടുത്ത് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അവനും 4 5 ഗേൾസിന്റെ അടുത്ത് മാത്രമേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നു. അങ്ങനെ ഇരിക്കെ ഓരോ ഡേറ്റ് ഒക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം നീ ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നോ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നോ എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. അതെല്ലാം തന്നെ മെസ്സേജ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവനും അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന ഗേൾസ് ആകട്ടെ നീ ഞങ്ങളുടെ അടുത്ത് മെസ്സേജ് അയച്ച കാര്യങ്ങൾ തന്നെയാണ് ഹനി ചോദിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. മാത്രല്ല ലൂ മറ്റൊരു അക്കൗണ്ട് വഴി ആയിരുന്നു ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ആ ഒരു അക്കൗണ്ടൊക്കെ അവരും കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ ഈ ഒരു അക്കൗണ്ടിന്റെ ഉടമസ്ഥൻ ഞാനല്ല എന്നൊക്കെ ലൂ പറയുന്നുണ്ടെങ്കിലും കൂടെയുള്ള ആരും തന്നെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ഗേൾസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ലൂവിനെയും തല്ലുന്നു. ഞാൻ കുറേയധികം ഗേൾസിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഞാൻ ആരെയും തന്നെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. മാത്രമല്ല ഒരു ഗേൾസുമായിട്ട് ഞാൻ ഫ്ലർട്ടും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കാണിച്ച ഐഡി പോലും എന്റേതല്ല എന്നൊക്കെ ഹാന്റെ അടുത്ത് ലു പറയുന്നുണ്ടെങ്കിൽ പോലും ഹാൻ അതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. നീ ഇനി ഒരിക്കലും എന്റെ അടുത്തൊരു പരിചയം പോലും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഹാനും പോകുന്നു. ഹാനിന് ബാക്കിയുള്ള ഗേൾസ് അയച്ചിട്ടുണ്ടായിരുന്ന സ്ക്രീൻഷോട്ട് എല്ലാം തന്നെ ഹാനും ഇപ്പോൾ സോങ്ങിനെ കാണിക്കുകയാണ്. നമുക്ക് ലൂവിനെ ചെന്ന് കണ്ടാലോ എന്ന് ഹാന്റെ അടുത്ത് സോങ് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുന്നു. ഇനി ഒരിക്കലും അവന്റെ ശല്യം എനിക്കും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസിലാണ് ഹാൻ ഇരിക്കുന്നത്. നേരത്തെ ഡാൻസ് കളിച്ച് ബഹളമുണ്ടാക്കിയ ആളാകട്ടെ ഇപ്പോഴും ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹാനും സോങ്ങും കൂടി ചേർന്നിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അയാളെ ചെന്ന് കാണുന്നുണ്ടെങ്കിൽ പോലും അയാൾ പ്രശ്നമൊക്കെ കൂടുതൽ വഷളാക്കുകയായിരുന്നു. മാത്രല്ല ഇനി തന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് അയാളും അകത്തേക്കൊക്കെ കയറി പോകുന്നു. സോങ്ങിന്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ആള് വലിയ ശല്യമാണെന്നും തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വീചാറ്റിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു പോസ്റ്റ് കാണുന്ന ടാങ്ങും ഫ്രണ്ടിന്റെ ഒപ്പം സോങ്ങിന്റെ വീടിന് മുമ്പിലും എത്തുന്നു. പക്ഷെ അപ്പോഴായിരുന്നു സുവും വീടിനകത്തേക്കൊക്കെ കയറി പോകുന്ന കാഴ്ച അവൻ കാണുന്നത്. സു എത്തിയത് കൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സു നോക്കിക്കോളുമെന്ന് പറഞ്ഞ് ടാങ്ങും പോകുവാനൊക്കെ പറയുമ്പോഴത്തേക്കും ടാങ്ങിന്റെ കൂടെയുള്ള ഫ്രണ്ട് ഞാനൊരു പെണ്ണുവല്ലോ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ കെട്ടുകയുള്ളായിരുന്നു എന്നൊക്കെ പറയുകയാണ്. സെൽഫ് ഡിഫൻസിലെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അയാളുമായിട്ട് ഏറ്റുമുട്ടുവാനായിട്ട് ഹാനും സോങ്ങും കൂടി പോകുവാനായിട്ട് തുടങ്ങുന്നു. സോം ഇപ്പോൾ അയാളെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അയാളും രാവിലെ മുഴുവൻ പണി ചെയ്തതിന്റെ ശേഷം രാത്രിയിൽ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും. അതാണ് തന്റെ ഉപജീവന മാർഗം എന്നൊക്കെയാണ് സുവിന്റെ അടുത്ത് പറയുന്നത്. സുവിന്റെ അടുത്ത് നിന്നും തല്ലൊന്നും കിട്ടാതിരിക്കുവാനായിട്ട് അയാളും ശബ്ദം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഡാൻസ് ഒക്കെ ചെയ്ത് ജീവിച്ചു പോയിക്കോളാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഹാനും സോങ്ങും കേൾക്കുന്നു. സോങ്ങും സുവെത്യത്തിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവനോടും അവിടെയുള്ള സോഫയിൽ കിടന്ന് ഉറങ്ങിക്കോളാനൊക്കെ പറയുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കാകട്ടെ
സോ അവളുടെ റൂമിലേക്കൊക്കെ കയറുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഡോർ ഒന്നും തുറക്കാതെ ഇരിക്കുന്നു. അവൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അവൾക്ക് വേണ്ടിയുള്ള ഫുഡ് പോലും തയ്യാറാക്കിയിട്ടായിരുന്നു സോ പോയിട്ടുണ്ടായിരുന്നത്. ഏതോ ഒരാൾ ഞാനാണെന്നുള്ള വ്യാജേന പല ഗേൾസിനും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ഫ്ലർട്ടും ചെയ്തു. ഈ ഒരു വിവരം എല്ലാം തന്നെ ഹാൻ അറിഞ്ഞ് ഇപ്പോൾ ഞാനുമായിട്ട് അവൾ മിണ്ടാറ് കൂടിയില്ല. അതുകൊണ്ട് തന്നെ അതാരാണ് ചെയ്തതെന്നൊക്കെ കണ്ടുപിടിക്കുവാനായിട്ട് തന്നെ സഹായിക്കാമോ എന്നൊക്കെ ലൂ ചോദിക്കുന്നുണ്ടെങ്കിലും സോ അതിനൊന്നും തന്നെ തയ്യാറാകുന്നില്ല. ലൂവും ഇപ്പോൾ ഹാനിനെയും സോങ്ങിനെയും കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ആ ഒരു വ്യക്തി ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്ന അയാളാകട്ടെ ലൂ സംസാരിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അയാളുടെ ഫോട്ടോസ് എന്ന രീതിയിൽ ലൂവിന്റെ ഫോട്ടോസ് ഒക്കെ ആയിരുന്നു അയച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ലൂവും തനിക്ക് അറിയാവുന്ന ആരോ ഒരാളാണ് ഇതിന് പിന്നിലെന്നൊക്കെ പറയുന്നു. എനിക്ക് അന്ന് കിട്ടിയ തല്ലൊക്കെ വെറുതെയാണ്. അതുകൊണ്ട് തന്നെ നീയും ഒരു കോമ്പൻസേഷൻ ഒക്കെ എനിക്ക് നൽകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള വ്യക്തിനെ എന്റെ കൺമുമ്പിൽ കൊണ്ടുവാ. അപ്പോൾ മാത്രമേ ഞാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഹാനും അവനെ ഇറക്കി വിടുന്നു. എന്തായാലും ആ ഒരു വ്യക്തിനെ കണ്ടുപിടിക്കാമെന്ന് സോങ്ങും ഹാനും തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ടിലേക്കൊക്കെ ഹാനും മെസ്സേജ് അയച്ചു നോക്കുന്നു. അയാളും റിപ്ലൈ ഒക്കെ നൽകുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് ഹാനിനെ കോൾ ചെയ്യുകയാണ്. കോൾ ചെയ്തതിന് ശേഷം സോങ് ആയിരുന്നു അയാളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോങ്ങും അയാളുടെ കയ്യിൽ നിന്നും ഫോട്ടോസ് മേടിക്കാതെ ഇരിക്കുകയും സോങ്ങിന്റെ ഫോട്ടോസ് അയക്കാതിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധമൊക്കെ വളരെയധികം നിഗൂഢമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു അവളും പറഞ്ഞത്. മാത്രമല്ല ഒന്ന് വീഡിയോ കോളിലൊക്കെ വരാമോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബിസി ആണെന്നൊക്കെ പറഞ്ഞ് അയാളും കോൾ കട്ട് ചെയ്യുന്നു. ലൂവും ഒരു പെൺകുട്ടിയാണെന്നുള്ള വ്യാജേന അയാൾക്ക് മെസ്സേജ് ഒക്കെ അയച്ചു നോക്കുകയാണ്. മാത്രമല്ല ഒരു ഹോട്ടലിലൊക്കെ താമസിക്കുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും ഐഡി കാർഡ് എടുക്കുവാൻ മറന്നു പോയത് കൊണ്ട് തന്നെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ആ ഒരു മെസ്സേജ്. അതിന് അയാൾ വരാമെന്ന് റിപ്ലൈ നൽകുന്നു. ലൂ അടയാളം പറഞ്ഞ ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ലൂ പറഞ്ഞ സ്ഥലത്ത് ഹാനായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. സോങ്ങും സൂ കുറച്ച് അകലെ നിന്നുകൊണ്ട് അതൊക്കെ കാണുന്നു. അവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള യോയും അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അയാളായിരുന്നു യഥാർത്ഥത്തിൽ ലൂ എന്ന രീതിയിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഹാനിന്റെ ബാഗൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് ഒരു കള്ളൻ ഓടുകയും ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ കള്ളനെ പിടിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല മെസ്സേജ് അയച്ചത് യോ എന്നുള്ള കാര്യം അവരെല്ലാവരും മനസ്സിലാക്കുന്നു. അവൻ കമ്പ്യൂട്ടറൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പഠനത്തിലൊക്കെ മിടുക്കനായതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിലും അവൻ ഒട്ടും തന്നെ ഫേമസ് ആയിരുന്നില്ല. മാത്രമല്ല അവനൊരു ഫ്രണ്ട് പോലും ഉണ്ടായിരുന്നുമില്ല. പിന്നീട് ലൂവിനെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ലൂവുമായിട്ട് കൂടുതൽ സൗഹൃദമൊക്കെ സ്ഥാപിക്കുകയും ലൂവിന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൂ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ 20ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.